ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച SIT കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ BJP സംസ്ഥാന നേതാക്കൾ അഥവാ BJPക്കകത്ത് നിൽക്കുന്ന സവർണ നേതാക്കന്മാരെല്ലാം കൂടി നേരെ തന്ത്രിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതെന്തിനാണ്? കേരളത്തിൽ കോടതി നിയോഗിച്ച് വലിയ ആരാധനാലയത്തിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് അവിടുത്തെ പരമാധികാരിയായിട്ടുള്ള വ്യക്തി തന്നെ ഭാഗമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. കേരളത്തിൽ മറ്റേതെങ്കിലും വീടുകളിലാണെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് BJP നേതാക്കന്മാർ പോകുമോ? അപ്പോ ഇവിടെ എന്തൊക്കെയോ ഒളിച്ചു കളിയില്ലേ? തന്ത്രിയുടെ വീട്ടിലേക്ക് BJP നേതാക്കൾ എത്തുന്നത് ഇന്നലെയും രഘു അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞതാണ്. ആരൊക്കെയാണ് ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അങ്ങോട്ടേക്ക് വരാൻ സാധ്യതകളുണ്ടോ? എന്താണ് വിവരം? BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയും പ്രാദേശിക നേതാക്കളുമാണ് അരമണിക്കൂർ മുമ്പ് തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ എത്തിയത്. ഇത്രയും ദിവസം ഇവർ ആരോപിച്ചു കൊണ്ടിരുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്, ദേവസ്വം ബോർഡാണ്, പ്രസിഡന്റാണ്, മന്ത്രിയാണെന്നൊക്കെയാണ് ഇവർ ആരോപിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടതുപക്ഷത്തുള്ളവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ ആ വീട്ടിലേക്ക് ആദ്യം ആശങ്ക കൊണ്ട് ഓടി ചെല്ലേണ്ടത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കളായിരിക്കും. പക്ഷേ അവരാരും അങ്ങോട്ട് പോയിട്ടില്ല. BJP നേതാക്കന്മാർ വാലിൽ തീ പിടിച്ചതുപോലെ ആ കുടുംബത്തിനകത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്തായിരിക്കും കാരണം? ഇവിടെ എന്തൊക്കെയോ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നില്ലേ? അവിടെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂട്ടുകച്ചവടങ്ങൾ തന്ത്രി മുഖേന ആരിലേക്കൊക്കെയാണ് പടർന്നു കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ വിശ്വാസ സംരക്ഷകരെന്ന മുഖം മൂടി അണിഞ്ഞു നടക്കുന്നവർ ശബരിമല വിശ്വാസത്തിന്റെ മറവിലിരുന്ന് നടന്ന കൊള്ളയിൽ പ്രധാനപ്പെട്ട ഒരാൾ അറസ്റ്റിലാകുമ്പോൾ അയാളുടെ വീട്ടിൽ പോയി പിന്തുണ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് BJPക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഇതിന്റെ ഒരു വിഹിതങ്ങൾ, ഈ സ്വർണം കട്ടത് തന്ത്രിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിന്റെ ഒരു വിഹിതം എവിടെ എത്തിയിരിക്കാം? അന്വേഷണം നേരെ ആരിലേക്കും എത്താം? BJP നേതാക്കന്മാരിലേക്കും കടന്നു വരുമോ? അതുകൊണ്ട് തന്ത്രി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, നമ്മൾ രക്ഷിച്ചോളാമെന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണോ പോയതെന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നവർ, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നവർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ പല തരത്തിലുള്ള ദുരൂഹതകളുണ്ട്. ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് വിട്ടുതാ എന്ന് ആവർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നിട്ട് പോലും ഈ അമ്പലക്കള്ളന്മാർ, പൂണൂലുട്ട കൊള്ളക്കാരന്മാർ ഇവരെല്ലാം കൂടി ചേർന്ന് ആ സിസ്റ്റത്തെയും മറികടന്ന് ആ ക്ഷേത്രത്തിനുള്ളിലെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നേരിട്ട് ഇവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനോടങ്ങ് അയ്യപ്പനെ തന്നെ ഇവർ വിറ്റ് പുട്ടടിച്ചേനെ. ഒടുവിൽ അയ്യപ്പൻ തന്നെ ഇവരെല്ലാം കൈവിട്ടുകൊണ്ട് ഇവർ കുഴിച്ച കുഴിയിൽ ഇവരെല്ലാം തന്നെ വീഴുന്ന സാഹചര്യത്തിലെത്തി. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ സർപ്രൈസിങ് എൻട്രിയും പിന്നീട് അയ്യപ്പ സംഗമത്തിന്റെ ബദലായിട്ട് നടന്ന പന്തളം കൊട്ടാരത്തിലെ ബദൽ സംഗമവും ഏറ്റവും ഒടുവിൽ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംഘപരിവാറുകാർ ഓടിയെത്തുന്നിടത്ത് ഇതിന്റെ നെറ്റ്വർക്കുകൾ ഏതൊക്കെ രീതിയിൽ വ്യാപിച്ചു കിടക്കുന്നു, എവിടങ്ങളിലേക്കൊക്കെ സ്വർണത്തിന്റെ ചെറിയ ചെറിയ വിഹിതങ്ങൾ ഏലസായിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ വാലി തീപിടിച്ച കണക്ക് തന്ത്രിയുടെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു പോയ BJPക്കാരുടെ മനോനില സൂചിപ്പിക്കുന്നത്.